പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാന് ഇരട്ടിപ്രഹരം നൽകാൻ ഒരുങ്ങിയാണ് ഇന്ത്യ. അതിർത്തികളിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതിനിടെ ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുകയാണ്. സംയുക്ത സൈനിക മേധാവിയും സേനാ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ ചർച്ചയിൽ ആക്രമണം കടുപ്പിക്കാൻ തീരുമാനിച്ചു. യോഗ തീരുമാനം പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിച്ചു. അതിനിടെ BSF CASF DGമാരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. യുദ്ധസമാനമായ സാഹചര്യം ഔദ്യോഗിക യുദ്ധപ്രഖ്യാപനത്തിലേക്ക് നീങ്ങുമോ എന്നതിലാണ് ആകാംക്ഷ. അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി പാകിസ്ഥാൻ ഇന്ത്യൻ നഗരങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണ കാര്യം ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 50-ലേറെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടന്നത്. എല്ലാ ആക്രമണ ശ്രമവും ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തെന്നും സൈന്യം വ്യക്തമാക്കി. ഒരിടത്തും ആർക്കും ജീവഹാനിയില്ല. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമത തെളിഞ്ഞ രാത്രി എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. 15 ഇന്ത്യൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്നലെ 2 തവണ നടത്തിയ ആക്രമണ ശ്രമം പൊളിഞ്ഞിട്ടും പിന്മാറാതെ പോവുകയാണ് പാകിസ്ഥാൻ. ജമ്മുകശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്താനായി സാംബ ജില്ലയിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 7 ഭീകരരെ അതിർത്തി രക്ഷാസേന വധിച്ചു. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. ഇന്ത്യൻ നഗരങ്ങൾ ലക്ഷ്യമാക്കി പാക് സൈന്യം നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം നടന്നത്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റ് തകർന്നു. നുഴഞ്ഞുകയറ്റ സംഘത്തെ വകവരുത്തുന്ന ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിടുകയും ചെയ്തു. അതിനിടെ ഡൽഹിയിലും സുരക്ഷ അതിശക്തമാക്കി. ഇന്ത്യ ഗേറ്റിന് സമീപത്തു നിന്നും വിനോദസഞ്ചാരികളെയും കച്ചവടക്കാരെയും പോലീസ് ഒഴിപ്പിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവധിയും റദ്ദാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ ഇപ്പോഴും പാക് ആക്രമണം തുടരുകയാണ്.